വെള്ളത്തിലിറക്കിയിട്ടും മതിയാവോളം റൈഡ് പോകാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കെട്ട് പൊട്ടിച്ചിട്ട് ആൾ തനിയെ കുറച്ച് യാത്ര ചെയ്തു. ഭാഗ്യത്തിന് അധികം ദൂരം പോവാതെ അപ്പുറത്തെ ആ ഡ്രിഡ്ജറിൻ്റെ സൈഡിൽ എങ്ങാണ്ട് കുളത്തി നിന്ന് കുറച്ച് നേരം. പിന്നെ അവിടെയുള്ള ചേട്ടന്മാരവിടെ കെട്ടിയിടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് എണീറ്റ് വീണ്ടും വന്നു. അതിനെ കെട്ടൊക്കെ അഴിച്ചു ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയതാണ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ആ ഒരു മെയിൻ ഇനാഗുറേഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരു 3 മണിയോടെ ഞാൻ ഇവിടെ എത്തിയതാണ്. നമ്മൾ ഒരു ഫുൾ വീഡിയോ ചെയ്യാനും അതിന് പറ്റിയൊരു സാഹചര്യത്തിലായിരുന്നില്ല. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വന്ന് കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ടായിരുന്നു. നമ്മുടെ കാറ്റ്മറാൻ്റെ കുറേ സാധനങ്ങൾ ആഡ് ചെയ്ത് എല്ലാം ഫിനിഷ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അഷ്റഫ് ഖാ ഒരു 3-3:30 ഒക്കെ ആയപ്പോഴത്തേക്ക് എത്തി. അപ്പോൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ഭാഗങ്ങളും അതിനകത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ട്രയൽ റണ്ണിൽ കൊടുക്കാത്ത ബാക്കി ഭാഗങ്ങളും എല്ലാം അതിനകത്ത് ആഡ് ചെയ്ത് സെറ്റ് ചെയ്യേണ്ട ഒരു താമസം ഉണ്ടായി. എന്നിരുന്നാലും എല്ലാം നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും ഭംഗിയായി തന്നെ എല്ലാം ഒരുങ്ങി സെറ്റായി. ഒരു 4:30 ആകുമ്പോഴത്തേക്ക് അഷ്റഫ് ഖാ വന്നു. പുള്ളി കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫുൾ വീഡിയോ നിങ്ങൾ ഓൾറെഡി അഷ്റഫ് ഖായുടെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. റൂട്ട് റെക്കോർഡ്സ് ബൈ അഷ്റഫ് എക്സൽ എന്നുള്ള ചാനലിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഫുൾ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക. ഞാൻ ചെറിയൊരു എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കിട്ടിയിട്ടില്ല, ഇത് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ, ഒരു ചെറിയൊരു 1 ലൈൻ പോലെ ഞാൻ പറഞ്ഞ് അങ്ങ് വിടുകയാണ്. ബാക്കിയൊക്കെ വിഷ്വൽസൊക്കെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരും ഒരു ഞങ്ങൾ ആ കാറ്റമറാനടുത്ത് ഒന്ന് റൗണ്ടൊക്കെ അടിച്ചു. കായലിൻ്റെ നടുക്ക് വെച്ച് ചായയൊക്കെ ഉണ്ടാക്കി, അങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ ചെയ്തു. തിരിച്ചു വരുമ്പോഴത്തേക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് വന്നു, കുറേ നേരം സംസാരിച്ചു. അവിടെ കുറേ ആൾക്കാർ അവർക്ക് മതിയാവോളം അതിൻ്റെ ടെസ്റ്റും അതിൻ്റെ ഒരു ട്രയൽ റൈഡും കാര്യങ്ങളൊക്കെ ചെയ്തു. കായലിലൂടെയൊക്കെ കറങ്ങി നടന്നു. അങ്ങനെ എല്ലാ കുഞ്ഞു കുഞ്ഞു മൊമെന്റ്സ് ആയിരുന്നു. ഇത് ഉണ്ടാക്കിയ കഥയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഞെട്ടും. ചായ തിളച്ചു. പാല് തിളച്ചു. പിന്നെ ചായ ഉണ്ടാക്കിയിട്ട് മധുരമൊന്നും കൂടിയ പ്രശ്നമില്ല. ഞാൻ പൊടി കിട്ടാൻ വേണ്ടിട്ട് മധുരം കൂടി 2 കൂടി മിക്സ് ചെയ്തിട്ട് ചായ സെറ്റ്. എന്റെ മോനെ ഇതിന്റെ ഒരു ഫീല് ഇത് വേണ്ടിട്ട് കഴിഞ്ഞ 2-3 മാസമായിട്ടുണ്ടല്ലോ കാത്തിക്കുന്നില്ലേ. അതാണ് ഞാനിതൊരു കച്ചവടാക്കും ചെയ്യും. ഇത് പുറത്തേക്ക് ഇറക്കിയതിനു ശേഷം ആദ്യത്തെ ചായ അല്ലേ? താങ്ക് യു. അല്ല, നീ പാല് കാച്ചി കഴിഞ്ഞു പറഞ്ഞു. വെറുതെ വീട്ടിലിട്ടിട്ട് ഞാൻ വീട്ടിൽ കരയിലിട്ടിട്ട് വെള്ളത്തിൽ നിന്നുള്ള ആദ്യത്തെ ചായയാണിത്. പെർഫെക്റ്റ്. കുടിച്ചോക്കണം. അപ്പോൾ പെർഫെക്റ്റ്. ചായൻ്റെ പെർഫെക്ഷനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ഇവൻ്റെ കുക്കിംഗ് പെർഫെക്ഷൻ നമ്മൾ ഒരുപാട് കണ്ടതാണ്. പക്ഷേ ഇത് വേറൊരു ഫീലാണ്. നമ്മളെ മണിച്ചേട്ടൻ്റെ സ്വന്തം ചാലക്കുടി പുഴയുടെ നടുവിൽ. ഈ സ്ഥലത്താണ് തീരെ കാറ്റൊന്നുമില്ലല്ലേ. നല്ല നിശബ്ദത. അതെ, പുഴയും കാര്യമായിട്ടൊന്നും ഇളകുന്നില്ല. വേറൊരു കുഴപ്പമുണ്ട്, സ്ഥിരാക്കാൻ ജീവിതം ഇത് തന്നെ ആക്കി പോകുന്നതാണ് ഇവന് ചെറിയ ഡൗട്ട്. ഇതിന്റെ ഒരു സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ നോക്കിക്കണ്ടിട്ടോ കരയത്ത്. നല്ല പണി പിടിച്ചു തോന്നുന്നില്ല. ഓണുണ്ട്. അയ്യോ, ഇതിങ്ങടെ ഇരിച്ചാൽ അങ്ങോട്ട് പോളേ. നടന്നോണ്ടിരുന്നത് ഞാൻ ഇത് വരാം. ഹെഡ്ലൈറ്റ് ഓൺ ആയിക്കോ. ഹെഡ്ലൈറ്റ് എന്തിന് ഹെഡ്ലൈറ്റ് സ്വിച്ച് മേലക്കൊക്കെ തിരിച്ച പറ്റിക്കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവരാം. അവിടെ വേറെ ഒന്നുണ്ട്. ഓക്കെ അല്ലേ? സംഭവം അടിപൊളിയാണ്.
നോട്ടിക്കൽ മൈൽ പറയട്ടോ സ്പീഡ് ചോദിച്ചാൽ. കൊള്ളാം നിങ്ങളുടെ അവതരണം. കാരണം ഭയങ്കര ഇൻഫോർമേറ്ററി ആണ്. എനിക്ക് ഫീൽ ചെയ്തൊരു കേസ് അതാ. കാരണം അതിൽ ഡോക്ടർമാരെ കാണണം, എഞ്ചിനീയർമാരൊക്കെ വേറെ പണി ചെയ്യാൻ. ലൈറ്റ് ഇട്ടേ. അങ്ങനെ കരയിലും കായലിലൊക്കെ ആയി നമ്മളൊരു 9:30 വരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഓരോരുത്തരായിട്ട് പിരിഞ്ഞു പോയത്. അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിപ്പും ബാക്കി കഥ പറച്ചിലും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു നല്ലൊരു സായാഹ്നം, നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര എങ്ങനെയാണ് സ്റ്റോറി ചെയ്യേണ്ടത്, ഏത് രീതിക്കാണ് വീഡിയോസൊക്കെ വരേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. കുറച്ച് എനർജി കുറവുണ്ട്. വരും ദിവസങ്ങളിൽ എല്ലാം ശരിയാക്കി എടുക്കണം. കാരണം ഇതിൻ്റെ തന്നെ കുറേ മിനുക്ക് പണികൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പെൻഡിങ്ങിലാണ്. പെൻഡിങ്ങിൽ മീൻസ് ഇനിയും അത് ഇങ്ങനെ നമ്മളിങ്ങനെ റൺ ചെയ്യുന്നതനുസരിച്ചിട്ട് മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. പിന്നെ കുറേ സാധനങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു കുഞ്ഞു ദിവസങ്ങൾ എന്തായാലും ഭംഗിയായി. വരും ദിവസങ്ങളിൽ ബാക്കി വിശേഷങ്ങളും യാത്രാവിശേഷങ്ങളും അതോടനുബന്ധിച്ച കാഴ്ചകളും ഒക്കെ കാണാം. സോ സ്റ്റേ ട്യൂൺ. നിങ്ങൾ പോകണ്ട, നിങ്ങൾക്ക് ആവളാക്കിയിട്ട് നമുക്ക് ഒരു ട്രിപ്പ് പോയിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് പോവാം. എനിക്ക് വേണ്ടിയാണല്ലോ കട്ടൻ്റെ വലിപ്പം വരെ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങിയ വെച്ച് പോവുക. ഹലോ 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 ഇതുവരെ കാണാൻ പറ്റില്ല. ഭയങ്കര ഒന്നും പതിവില്ല. നമ്മുടെ സീനിയർ ബൈ. എത്തിയിട്ട് വിളിക്കട്ടോ. കട്ടായേക്കാം. ആ ഓക്കെ ഓക്കെ.